എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ സാറ് എൻ്റെ അച്ഛനും മാഡം എൻ്റെ അമ്മയും ആണ് എന്ന്. അന്നേരം വൈജയന്തി അതിനെ എതിർക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അതാണ് യഥാർത്ഥ സത്യം എന്ന് അലീന മുഖത്തോക്കി പറയുന്നുണ്ട്. അതാണ് സത്യമെങ്കിലും കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനെന്ന്. അന്നേരം അലീന പറയും, എനിക്ക് കിട്ടിയ ആ പദവി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന്. അന്നേരം ദേഷ്യപ്പെട്ട് മുത്തശ്ശിയോട് പറയും, അമ്മ എല്ലാം എടുത്ത് വെച്ചു, നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് തുള്ളിച്ചാടി പോകുന്നു. പോയി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമമാട്ടോ. മുത്തശ്ശി അലീനയോട് പറയുവാണ്, എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നത് നീ തിരിച്ചു വന്നതുകൊണ്ടാണ്, എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ വിഷമമാണ് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഇത് ഒരുപാട് ദിവസത്തേക്കൊന്നും കാണില്ല മുത്തശ്ശി, ഞാനിവിടെ ഇല്ലേ, മുത്തശ്ശി ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയുമ്പം തിരിച്ചു വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങോട്ട് പോകുന്നേ ഭേദം ഞാനങ്ങ് മരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഞാൻ അച്ഛനെയും കൂട്ടി മുത്തശ്ശി കാണാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അച്ഛനോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അന്നേരം അലീന പറയുന്നുണ്ട്, അതെ, ആ വിളി ഞാൻ വെറുതെ വിളിക്കുന്നതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുമ്പം മുത്തശ്ശിക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കിയിരിക്കുന്നു. ഏതായാലും വൈജയന്തി നല്ല കട്ടക്കലിപ്പിലാണ്. വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് മുത്തശ്ശിയെ പിടിക്കാനായിട്ട് വരുവാണ്. മുത്തശ്ശി അന്നത്തേക്കും അലീന വീൽ ചെയറെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ടോ. എന്നിട്ട് വന്നിട്ട് മുത്തശ്ശിയെ വൈജയന്തി മാത്രം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങുവാണ്. അലീനയോട് തുടരുന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അലീന ഇങ്ങനെ പിടിക്കാതെ നിൽക്കുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീയും കൂടി ഒന്ന് പിടിക്കടി, അന്ന് ഇവള് തന്നെ അഹങ്കാരം കാണിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടായത് എനിക്കാണ്, അതുകൊണ്ട് പിടിക്കുക എന്ന് പറയും. വൈജയന്തി പിടിക്കുമെന്ന് പറയില്ല കേട്ടോ. അങ്ങനെ അലീന ഇങ്ങനെ അനങ്ങാതെ തന്നെ നിൽക്കുവാണ്. ഇനി വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞത് നീ കേട്ടില്ലേ, പിടിക്കടി അങ്ങോട്ട് എന്ന് പറയുവാണ്. വൈജയന്തിക്കും അലീനെ പിടിക്കണമെന്നുണ്ട്, പക്ഷേ പറയുന്നില്ല. അപ്പം മുത്തശ്ശി ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നതേക്കും അലീനെ പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെ പയ്യെ പിടിച്ചുകൊണ്ട് കാറിലേക്ക് ഇരുത്തുവാണ്. അത് കഴിഞ്ഞ് വൈജയന്തി അകത്തേക്ക് ബാഗ് ഓർമ്മ എടുക്കാനായിട്ട് പോകുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വരുമോ, നിന്നെ കാണുമോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറയുന്നില്ല എന്ന് പറയുന്നു. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട്. ഏതായാലും വൈജയന്തി വന്ന വണ്ടിയെ കയറി കഴിയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത് എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, ശിക്ഷിക്കാനോ, മനസ്സിലായില്ല എന്ന് പറയുമ്പം, അല്ല, കമലയുടെ അടുത്തോട്ടാണല്ലോ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുന്നു. അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ദേഷ്യമാണല്ലോ വൈജയന്തിക്ക്. വൈജയന്തി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അലീനയ്ക്കും ഇത്തിരി വിഷമമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും പുറത്തേക്ക് ബബിതയും കൃഷ്ണമോളും വന്നായിരുന്നു കേട്ടോ. ബബിതയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും അലീന കയറി വന്ന് ആ വീൽ ചെയറുമായിട്ട് അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണമോളും കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുവാണ്. അച്ഛ എന്ന് 2-3 പ്രാവശ്യം വിളിക്കും. അന്നേരമാണ് കയറി വരാൻ പറയുന്നത്. അകത്ത് കയറി വന്നിട്ട്, ഇതിൻ്റെ അകത്ത് ഇരുന്ന ഒന്നും അറിയേല അല്ലേ, താഴെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ, അതെങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താഴെ ഇപ്പോൾ എന്താ സംഭവിച്ചത്, വല്ല ബോംബും വീണോ എന്ന് ചോദിക്കുമ്പോൾ, ചെറിയൊരു ബോംബ് വീണിട്ടുണ്ട് എന്ന് പറയും. എങ്കിൽ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയേ എന്നിങ്ങനെ പറയുന്നു. അന്നേരം അലീന പറയുവാണ്, മേഡം മുത്തശ്ശിയും കൊണ്ട് പോയി എന്ന് പറയും. അന്നേരം എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പം, തറവാട്ടിലേക്കാണെന്നാണ് തോന്നുന്നത്, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് മുത്തശ്ശി അവിടെ കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം, ഓ അങ്ങനെയൊക്കെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയുന്നുണ്ട്, മേഡം എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചെയ്തോട്ടെ, അതിന് നീ എന്തിനാ ടെൻഷൻ ആകുന്നതെന്ന് ചോദിക്കുമ്പം, മേഡത്തിൻ്റെ ടാർഗറ്റ് ഞാനാണ്, അതാ എനിക്ക് പേടിയെന്ന് പറയും. അന്നേരം നീയാണല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം, അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യട്ടെ, ഏത് സൈഡിൽ നിന്ന് ആക്രമിക്കണം, എപ്പോൾ ആക്രമിക്കണം, എന്തായുധം വെച്ച് ആക്രമിക്കണം എന്നൊക്കെ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതുമായിട്ട് വന്നോട്ടെ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, അതെല്ലാം കണ്ടുകൊണ്ട്. എന്നിട്ട് വരുമ്പം അവർ ഒരേ ഒരു കാര്യമേ ചോദിക്കുള്ളൂ, പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ ഇറങ്ങി പോവുമോ എന്ന്. അന്നേരം നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞേക്കണം ഇല്ല എന്ന്, അത്രയേ ഉള്ളൂ എന്ന് പറയുവാണേ. അന്നേരം അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേ, കാര്യങ്ങൾ നിയന്ത്രിക്കാനും പറയാനും ഒക്കെ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറയുന്നു. അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അലീന താഴേക്ക് പോകുമ്പോൾ ബാലേന്ദ്രൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട്. ഈ സമയം വൈജയന്തി പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം കമലയുടെ അടുത്തോട്ട് ചെല്ലുന്നു. ഇവർ ചെന്നപ്പം കമല വന്ന് ഫ്രണ്ടിൽ വന്ന് നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ വീൽ ചെയർ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഓടിപ്പോയി വീൽ ചെയറും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശിനെ ഒന്ന് പിടിക്കാനൊന്ന് ഇറങ്ങി വരാൻ പറയുന്നു. പിടിച്ച് അവർ പയ്യെ വീൽ ചെയറിലേക്ക് കൊണ്ടിരുത്തുവാണ്. അന്നേരം ഇതുവരെ നടക്കാറായില്ലേ, അലീന കൊച്ചമ്മയെ നോക്കിയിട്ട് ഇത് ഇത്രയും ആയോളോ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയും, ഇനിയിപ്പോൾ പയ്യെ നടന്നു തുടങ്ങാം, ഏതായാലും അമ്മ കാലൊന്ന് ഉറച്ച്
ഉറപ്പിച്ച് ചവിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര പേടിയാണ്. അന്നേരം പിന്നെയും പറയുവാണ് അമ്മ ഉറപ്പിച്ച് ചവിട്ട്, അമ്മ ഇതിനെ പേടിക്കുന്നേ, ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം വേദന അടി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഏതായാലും ഒരുവിധം പിടിച്ചുകൊണ്ടേ വീൽ ചെയറിലേക്ക് ഇരുത്തുന്നു. അന്നേരം കമല ചോദിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ മേലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും, എന്നും കാലയിൽ കുഴമ്പിട്ട് തടവണം, അതുപോലെ ഒരു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ 1 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. എന്നിട്ട് നേരെ വലിച്ചെറികൊണ്ട് അകത്തോട്ട് വരുവാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക്, മുത്തശ്ശിക്ക് പണ്ട് കൊടുത്തിരുന്ന റൂമുണ്ടല്ലോ, ആ റൂമിലേക്ക് ഇങ്ങനെ പോരുക. അന്നേരം കമല ചോദിക്കുന്നുണ്ട് ഇതെന്താ അമ്മ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന്. അന്നേരം അമ്മ ഇനി ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെയാണോ, നീ എന്ത് ഈ പറയുന്നേ, അവിടെ അലീനെ അമ്മ നോക്കുന്നില്ലായിരുന്നു, പിന്നെ ഇതിനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പം അതിന് വേണ്ട, ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവാണ്, അതിന് മുന്നോടിയായിട്ടാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും. അന്നേരം കമല ചോദിക്കുമ്പോൾ കടുത്ത തീരുമാനങ്ങളോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ല, അലീനെ അവിടുന്ന് ഇറക്കി വിട്ടില്ല എങ്കിൽ ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരും എന്ന് പറയും. അന്നേരം കമല ചോദിക്കും എങ്ങോട്ട് ഇറങ്ങിപ്പോരും എന്ന് ചോദിക്കുക. അന്നേരം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും, അപ്പം നിൻ്റെ മക്കൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് എൻ്റെ കൂടെ ഞാൻ എൻ്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. അന്നേരം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് എന്നിങ്ങനെ കമല എടുത്ത് ചോദിക്കുമ്പം വൈജയന്തി ചോദിക്കും പിന്നെ ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്, ഇതെൻ്റെ തറവാടല്ലേ, ഭാഗം വെപ്പൊന്നും കഴിഞ്ഞാലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോഴേക്കും കമലയുടെ ടെൻഷൻ കാണുമ്പോൾ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഈ പ്രശ്നത്തിന് എൻ്റെ ആങ്ങളമാരും എല്ലാവരും കൂടി ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിന്നോളാം എന്ന് പറയുക. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടി നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, ഭാര്യമാർ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകും, അത് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ തിരിച്ചു കയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ ആങ്ങളമാരും ആൾക്കാരും ഒക്കെ ഇല്ലേ, അങ്ങനെ അവർ സംസാരിക്കട്ടെ എന്നിട്ട് തിരിച്ചു കയറണോ എന്ന് ഞാൻ ചിന്തിക്കാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വൈജയന്തി മുത്തശ്ശിയുടെ ബാഗൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് പോവുക. അന്നേരം കമലോട് പറയുന്നുണ്ട് ആ ബെഡിൽ ഒരു ഷീറ്റ് വിരിച്ചേക്കണേ എന്ന്. ഇത് പറഞ്ഞ് വൈജയന്തി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കമലയുടെ മുഖം കാണുമ്പോൾ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവും. കമല പറയുന്നുണ്ട് അമ്മ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്, ആര് നോക്കാനാ എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അമ്മയെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല, അവളെ അവിടെ നിന്ന് ഇറക്കി വിടട്ടെ, അത് കഴിഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. അന്നേരം വൈജയന്തി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ കമല മുത്തശ്ശിയോട് പറയുവാണ് അങ്ങനെ വീണ്ടും എൻ്റെ മുന്നിൽ തന്നെ വന്നു അല്ലേ എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ഗതികേട് അല്ലാതെ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുമ്പോൾ അതേ മോളുടെ കയ്യിലിരിപ്പ് മാത്രം ശരിയൊന്നുമല്ല എന്ന് കമല മുത്തശ്ശിയോട് പറയും. എന്നിട്ട് പറയുവാണ് ഒരുപാട് കാലമൊന്നും ഞാൻ ഇവിടെ വാഴിക്കത്തില്ല എന്ന്. മുത്തശ്ശിക്ക് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശിക്കും ചെറിയൊരു ഡോസിൻ്റെ ആവശ്യമുണ്ട്. അലീന നല്ല രീതിയിൽ മുത്തശ്ശിയെ നോക്കിയപ്പം അത് മനു ചോദിച്ചപ്പം മനുവിനോട് പറഞ്ഞത് എന്നെ നോക്കിയത് ആരുടെ ഔദാര്യമല്ല, പൈസ കൊടുത്തിട്ടാണ് നോക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ഡോസ് മുത്തശ്ശിക്ക് വേണമല്ലോ. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. വൈകിട്ടായിട്ടും വൈജയന്തി തിരിച്ചു വരാത്തതുകൊണ്ട് രോഹിത്ത് വൈജയന്തി വിളിക്കുന്നു. അമ്മ എവിടെ എങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എടാ ഞാനിവിടെ കൊല്ലപ്പള്ളിയിലുണ്ട്, മുത്തശ്ശേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു, അമ്മയെ കൊണ്ടേ എറിഞ്ഞിട്ട് ഞാൻ പോയി എന്ന് അമ്മയ്ക്ക് തോന്നരുതല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അമ്മയുടെ കൂടെ നിന്നതാണ്, ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്ന് പറയും. അന്നേരം അപ്പോൾ അമ്മ ഇന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലേ, ഞാൻ ഗേറ്റ് അടച്ചേക്കട്ടെ എന്ന് ചോദിക്കും. ഗേറ്റ് അടച്ചേരെ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു, ഞാൻ പുറത്ത് പോയി കഴിച്ചു, അവളുണ്ടാക്കുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇതാണ് ആണത്തം എന്ന്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട് ബബിതയും കൃഷ്ണമോളും അവർ രണ്ടുപേരും അവളുണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറയുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവർ പെൺപിള്ളേരല്ല, അവർക്ക് പുറത്ത് പോയി കഴിക്കാനൊക്കെ പറ്റുമോ, അത് നീ കാര്യമാക്കണ്ട എന്ന് പറയും. എന്നാൽ ശരി അമ്മ ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് കിടക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് രോഹിത്ത് ഗേറ്റ് പൂട്ടാനൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു വൈജയന്തി തിരിച്ചു വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ബബിത ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇന്നലെ അവിടെ നിന്നത് എന്തിനാ എന്ന്. അന്നേരം എനിക്ക് അവിടെ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു, അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പം അതേ അലീനയില്ലേ ഞങ്ങളുടെ അച്ഛനെ അച്ഛാന്നാണ് അവൾ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛാന്നോ പോടി എന്ന് പറയുക. അന്നേരം സത്യമായിട്ട് ഞാൻ ശരിക്കും കേട്ടതല്ല അവൾ അച്ഛാന്ന് വിളിക്കുന്നത്, അവൾ ഇപ്പം വിളിയൊക്കെ മാറ്റി എന്ന് പറയുക. അന്നേക്കും വൈജയന്തിക്ക് അങ്ങ് നാണക്കേടാവുകയാണേ. വൈജയന്തി അയ്യേ നാണക്കേട്, ബാലേന്ദ്രൻ ഇത് എന്തിൻ്റെ കേടാ, വല്ല നാട്ടുകാരും കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അവൾ ബാലേന്ദ്രൻ്റെ രഹസ്യബന്ധത്തിലുള്ള മകളാണ് എന്നുവരെ ആൾക്കാർ കരുതിയേലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതെങ്കിലും ബബിത പറയുന്നുണ്ട് അവളെ കൊണ്ട് അമ്മയെ അങ്ങനെ വിളിപ്പിക്കരുത്, അമ്മ അവളോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, ഇത് നടക്കുകയില്ല, അങ്ങനെ വിളിക്കരുത് എന്ന് പറയണം എന്ന് പറയുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇതൊക്കെ
വെറും അഭ്യാസമാണ് എന്ന് എനിക്കറിയാം. കാരണം അച്ഛ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പിന്നെ സംശയിക്കത്തില്ലല്ലോ. ഇതൊക്കെ വെറും ഒരു മറയാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് കയറി ചെല്ലുന്നു. അന്നേക്കും അലീന മുകളിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വൈജയന്തി ഇത്തിരി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എപ്പോഴും മുകളിൽ തന്നെയാണോ എന്ന്. എന്നാൽ അല്ല, താഴെയാണ് എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി കൊണ്ട് വിട്ടോ മാഡം എന്ന് ചോദിക്കുമ്പോൾ, അതിടി ഞാൻ കൊണ്ടുവിട്ടു, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാൻ അമ്മ അങ്ങോട്ട് കൊണ്ടുവിട്ടത് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യത്തിന് വെറുതെ മുത്തശ്ശിയെ ബലിയാടാക്കണ്ടായിരുന്നു എന്ന്. അന്നേരം അമ്മ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവിട്ടതൊന്നുമല്ല, നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ അമ്മയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോയില്ല എങ്കിൽ മുത്തശ്ശി അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുവാണേ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അമ്മ അവിടെ നിൽക്കേണ്ടി വരികയില്ല, നിന്നെ ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടണമെന്ന് എനിക്കറിയാം, അതിനുള്ളത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, മാഡം എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം, മാഡം എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ആരെയാണ്, നിന്നെയാണ് ഞാൻ സ്നേഹിക്കേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, എന്നെ സ്നേഹിക്കേണ്ട, എനിക്കത് ശീലമായി തുടങ്ങി, പക്ഷേ അച്ഛനെ സ്നേഹിക്കാമല്ലോ എന്ന് പറയുമ്പം, അച്ഛനോ, ആരുടെ അച്ഛനാടി, നീ ആരെയാ അച്ഛ എന്ന് വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. ആ പ്രമോയിൽ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്, മാഡം എന്നെ എന്തോരം വെറുത്താലും എനിക്ക് അങ്ങോട്ട് യാതൊരു വിദ്വേഷമോ ദേഷ്യമോ ഒന്നും തോന്നില്ല, ഞാൻ ആരാണ് എന്ന് അറിയുന്ന ഒരു നിമിഷം ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് മാഡത്തിന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്, അമ്മ ആരോടൊക്കെയാണ് മത്സരിച്ച് ജയിക്കാൻ നോക്കുന്നത് എന്ന് അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരും വൈജയന്തിക്ക്. വൈജയന്തി പറയും, ഇങ്ങനെ ഒരു കരിങ്കാലി എങ്ങനെയാണ് എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണമോള് അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിയതിൻ്റെ പേരിൽ രോഹിത്തും കൃഷ്ണമോളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം അലീന പോയി ബാലേന്ദ്രനോട് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അത് നല്ലതല്ലേ, അപ്പുറത്തെ സൈഡിൽ അവർ 3 പേര്, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 3 പേര്, അപ്പം സ്ട്രെങ്ത് ഈക്വൽ ആയില്ലേ എന്നൊക്കെ ചുമ്മാ തമാശ മട്ടി ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇതൊരു പ്രശ്നമല്ല, ടെൻഷനുമല്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്.